ജാസിം സാർ, അൽതാഫ് സാർ. അപ്പോൾ നമ്മുടെ സീരീസ് എപ്പിസോഡ് 2 ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രിലിംസ് വളരെ അടുത്ത് എത്തി നിൽക്കുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ ദിവസങ്ങൾ നമ്മൾ മാക്സിമം PYQs കഴിഞ്ഞ 15-20 വർഷത്തെ PYQs നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ പ്രിലിംസിൽ കട്ട് ഓഫിന്റെ മേലെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോസ് സീരീസ് കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഈ സീരീസ് ചെയ്യുന്നതായിരിക്കും. ഒരു ഗുഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതായിരിക്കും. സോ PYQസിന്റെ ഫിലോസഫി ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഈസിയാണ്. നമ്മളപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എൻവയോൺമെന്റ്, സയൻസിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഫ്രം സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്. രാജാറാം മോഹൻ റോയ് രണ്ട് സ്റ്റേറ്റ്മെന്റ്. He possessed great love and respect for traditional philosophical systems of the East. He desired his countrymen to accept rational scientific approach and the principle of human dignity and social equality of all men and women. സിമ്പിൾ ആണ്. ഈ മനുഷ്യൻ എന്തിലാണ് വിശ്വസിച്ചത്? അതായത് വെസ്റ്റിനെയും ഈസ്റ്റിനെയും പ്രണയിച്ച മനുഷ്യനാണ്. അതായത് ബെസ്റ്റ് ഓഫ് ദ വെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓഫ് ദ ഈസ്റ്റ് മാരി ഈച്ച് അതർ. ഓക്കെ, അതായത് റിഫോമർ എന്ന് പറയുമ്പോൾ റിജക്ഷനിസ്റ്റ് അല്ല. ഈസ്റ്റിനെ മുഴുവനായിട്ട് പാടെ തള്ളിക്കളഞ്ഞ് വെസ്റ്റിനെ കെട്ടിപ്പിടിക്കുന്ന ആളല്ല. വെസ്റ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഈസ്റ്റിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സിന്തസിസിൽ വിശ്വസിച്ച ആളാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് റിഫോമിസ്റ്റും റിവൈവലിസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായിട്ട് ശരിയാണ്. ഹി ഹാസ് ലവ് ഫോർ ദീസ് ട്രഡീഷണൽ ഫിലോസഫിക്കൽ സിസ്റ്റംസ്. അദ്ദേഹം വേദാന്തയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ശരിക്കുള്ള നോളജ് പറഞ്ഞ ക്രൈറ്റീരിയോട് ഫിറ്റ് ആവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നില്ല. ഓക്കേ, ഇത് രണ്ടാമത്തെയാണ്. യെസ്, he decided his countrymen to accept rational. Yes, അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അപ്പം റിഫോമിസ്റ്റ് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ഈ ഫീച്ചേഴ്സ് വേണം. യെസ്, അവിടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇൻഫാലിബിലിറ്റി ഓഫ് വേദാസ്. അദ്ദേഹം പറയുന്നത് വേദാസ് ഒന്നിനും ഹ്യൂമൻ റീസണിങ്ങിന്റെ മേലെയല്ല. ഈവൻ റീസണിങ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ടു വേദാസ് എന്നുള്ളതാണ്. സോ ഒബ്വിയസ്ലി ഹി ബിലീവ്ഡ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് റാഷണൽ സയന്റിഫിക് അപ്രോച്ച് toward the religion or the principle of humanity, human dignity, social equality. He is a man who fought for this abolition of the sati and all. അപ്പോൾ നമ്മൾ പഠിച്ച ബേസിക് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് രണ്ട് എല്ലാ കീവേഡും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് വരുന്നത്, കണക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം. we will come up with this 1 and 2 ആണ്. 1 and 2. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ലൈക്ക് നോൺ കോപ്പറേഷൻ ആണ്. ഇപ്പൊ ഗാന്ധിയൻ സമരം അല്ലെങ്കിൽ ഗാന്ധിയൻ ഫേസ് UPSCക്ക് വളരെ ഫേവറേറ്റ് ആണ്. നോൺ കോപ്പറേഷൻ CDN കിറ്റിന്റെ ഒക്കെ. അപ്പൊ ഇത് വിത്ത് റിഗാർഡ് ടു നോൺ കോപ്പറേഷൻ ആണ്. നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബോയ്ക്കോട്ട് ആണ്. ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. എന്ത് തോന്നുന്നു ജാസിം സാർ? നമ്മൾ ഒരു ഗാന്ധിയൻ പെർസ്പെക്റ്റീവ് ആലോചിക്കാം. ഗാന്ധി എന്തൊക്കെയായിരിക്കും ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് പറയാൻ സാധ്യത? ബോയ്ക്കോട്ട് ഓഫ് ലോ കോട്ട്സ് ആൻഡ് ഫോറിൻ ക്ലോത്ത്സ്. ശരിയാ, ഗാന്ധി തന്നെ ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത് ഖാദിയിലാണ്. ഫോറിൻ ക്ലോത്ത് ഒക്കെ ബൈ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു ഗാന്ധി. ഒബ്സർവൻസ് ഓഫ് സ്ട്രിക്ട് നോൺ വയലൻസ്, അഹിംസ ആയിരുന്നു ഗാന്ധിയുടെ തോട്ട് പ്രോസസ്. Let's leave the third there. Establishment of panchayats for settling disputes. Local little republics ഉണ്ടാക്കണം തന്നെയാണ് ഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് തേർഡ് ആണ് പ്രശ്നം, റിട്ടൻഷൻ ഓഫ് ടൈറ്റിൽസ് ആൻഡ് ഓണേഴ്സ്. ബേസിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ് വിത്തൗട്ട് യൂസിങ് ദം ഇൻ പബ്ലിക്. റിട്ടൻഷൻ ചെയ്യാനാണോ ഗാന്ധി പറയാ, വിട്ടുകൊടുക്കാനായിരിക്കും ഗാന്ധി പറയാ? പ്രോബബ്ലി വിട്ടുകൊടുക്കാനായിരിക്കും പറയാ, അതിനേക്കാൾ റിട്ടൈൻ ചെയ്യുന്നേക്കാളും. ഹെൻസ് ബാക്കിയുള്ള എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ് ഒരു കോൺട്രഡിക്ടറി സാധനം. ബ്രിട്ടീഷുകാർക്കെതിരെ ബോയ്ക്കോട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ടൈറ്റിൽസ് ഓണേഴ്സ് മാത്രം വെച്ചോണ്ടിരിക്കാൻ ഗാന്ധിജി പറയത്തില്ല. ബോയ്ക്കോട്ട് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസും ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും സ്കൂളും എല്ലാം ബോയ്ക്കോട്ട് ചെയ്യാൻ പറയുന്ന നോർമൽ ലോജിക്കൽ അതില്ല. ശരിയാണ്, നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നു, അവർ തന്ന പ്രിവിലേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, വെച്ചോണ്ടിരിക്കുന്നില്ല. ഇത് നേരെ കോൺട്രാഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, കോൺട്രാസ്റ്റിംഗ് ആണ്, ശരിയായി മാച്ചിങ് ആണ്. അങ്ങനെയാണെങ്കിൽ only 3 ആണ് ആൻസർ ആയിട്ട്. ഫൈൻ. ഓക്കെ, നമുക്ക് ഇനി IR ജിയോഗ്രഫി ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഈ പറഞ്ഞ പോലെ സിലബസിൽ കവർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, കറണ്ട് അഫയേഴ്സിലായിരിക്കും കവർ ചെയ്യുക. എന്നിരുന്നാൽ പോലും നമുക്ക് സ്കിപ്പ് ചെയ്താൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഹാസ് ജോയിൻ ദ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ആസ് എ മെമ്പർ. ഇന്ത്യ is a resource rich country in all the 13 critical minerals that has identified. 3, the parliament has in 2023 has amended particular act empowering the central government to exclusively auction mining lease and composite license for the certain critical minerals. ഇതിനകത്ത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നോക്കി അറിയാം. In all 30 critical minerals,
ഈവൻ ചൈന പോലും അത് അറ്റൈൻ ചെയ്തിട്ടില്ല. ചൈനയ്ക്ക് പോലും ഓൾ 30 ക്രിട്ടിക്കൽ മിനറൽസിൽ സപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1, 3 ആണ് ആൻസർ. ബാക്കി രണ്ടെങ്കിലും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ദ വേർഡ് ക്രിട്ടിക്കൽ തന്നെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. എക്കണോമിക്കലി സംതിങ് വെരി സ്ട്രാറ്റജിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആവുന്നു? എല്ലാവരുടെയും കയ്യിൽ എല്ലാവരും ഇല്ല. അപ്പൊ ഷെയർ ചെയ്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 30 ക്രിട്ടിക്കൽ മിനറൽസ് എല്ലാം ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു ഇന്ത്യ പോലെ രാജ്യത്ത് എന്തല്ല ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം എന്തിലേക്ക് എത്താം? 1 and 3 എത്താം. നെക്സ്റ്റ് എക്കോണമിയിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ റീസണിംഗ് ടൈപ്പ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1, സർക്കുലർ എക്കോണമി റെഡ്യൂസ് ദ എമിഷൻ ഓഫ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. സ്റ്റേറ്റ്മെന്റ് 2, സർക്കുലർ എക്കോണമി റെഡ്യൂസ് ദ യൂസ് ഓഫ് റോ മെറ്റീരിയൽ ആസ് എ ഇൻപുട്ട്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3, സർക്കുലർ എക്കോണമി റെഡ്യൂസ് ദ വേസ്റ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. എന്ത് പറയുന്നു ജാസിം സർ? നമുക്ക് സർക്കുലർ എക്കണോമി റെഡ്യൂസസ് ദി എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. സെക്കൻഡ്, സർക്കുലർ റെഡ്യൂസസ് ദ യൂസ് ഓഫ് റോ മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് ഒരു ഫുൾ സർക്കിൾ ആണെന്ന് ആലോചിക്കുവാണെങ്കിൽ നമുക്ക് മറ്റേ പണ്ട് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ സർക്കുലർ ഒരു സാധനം 3R പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സാധനം ഉണ്ടാക്കുന്നു, അപ്പോ എന്തുണ്ടാക്കുന്നു, അത് ഉപയോഗിക്കുന്നു, റീസൈക്കിൾ ചെയ്യും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് സർക്കുലർ എക്കണോമി നമ്മൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്ക്, reduces the greenhouse gas emission, സ്വാഭാവികമായിട്ടും അതിനാണല്ലോ സർക്കുലർ എക്കോണമി നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കുലർ എക്കോണമി reduces the use of raw materials inputs. വളരെ ശരിയാണ്. കാരണം ഉള്ള ഇൻപുട്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ പുതിയ ഇൻപുട്ട് വരുന്നതിനല്ലോ സർക്കുലർ എക്കോണമി പറയുന്നത്. അങ്ങനെ പുതിയ ഇൻപുട്ട് കൂടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് കൂടിയാനെ? GHG എമിഷൻ കൂടിയാനെ. സർക്കുലർ എക്കോണമി reduces wastage in the production process. ഇത് രണ്ടും ഭയങ്കര കോറിലേറ്റഡ് ആണ്. അതെ, ഇത് രണ്ടും ഒരുമിച്ച് തെറ്റാവില്ല. ശരിയായി കഴിഞ്ഞാൽ താഴെ ശരിയാവും. യെസ്. അപ്പോൾ റോ മെറ്റീരിയൽസ് ആസ് ഇൻപുട്ട് കുറയ്ക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? താഴത്തെയും ഓട്ടോമാറ്റിക്കലി ശരിയാവും. അപ്പൊ 2, 3 എന്തായാലും ഒന്നിച്ചാണ് വരുന്നത്. പിന്നെ അത് 1 ആയിട്ട് ബന്ധപ്പെടുത്തുണ്ടോ? ഇത് രണ്ടും ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ കാരണം അത് തന്നെയാണ്. യെസ്. അപ്പോൾ ഇൻ ദാറ്റ് വേ സ്റ്റേറ്റ്മെന്റ് 1 is correct, സ്റ്റേറ്റ്മെന്റ് 2 is correct, സ്റ്റേറ്റ്മെന്റ് 3 is correct. എന്ത് വരും? നമുക്ക് എയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിനെ പ്രോപ്പർലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈവൻ സർക്കുലർ എക്കോണമി എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടാണ് നമ്മൾ ഇത്രയും എലിമിനേറ്റ് ചെയ്ത് കാണിച്ചത്. നെക്സ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്കോണമിയിൽ നിന്നാണ്. First question, capital receipts create a liability or cost or reduction in the asset of government. Borrowings and disinvestment are capital receipts. Interest received on loans create a liability of the government. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒരുമിച്ചേ ശരിയാവുള്ളൂ. ഇത് ശരിയും ഇത് തെറ്റും ഇതാവില്ല. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ബേസിക് ഫണ്ടായ എക്കോണമി മതി. ഈവൻ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺ ക്രിയേറ്റ് എ ലയബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ത് ചെയ്യുന്നില്ല? നിങ്ങളുടെ ലയബിലിറ്റിക്കോ അസറ്റിനോ യാതൊരു ചേഞ്ചസും വരുന്നില്ല. ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും. ഇതൊറ്റ അറിഞ്ഞാൽ മതി. ആൻസർ ഈസ് 1 and 2. ഇവൻ നിങ്ങൾക്ക് ഇത് അറിയുന്നില്ലെങ്കിൽ മേളിൽ ഇത് രണ്ടും ഒരുമിച്ചേ ശരിയാവാൻ പറ്റുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് NCERT ഡേറ്റ ശരിയായാലും മാത്രമേ എടുത്തുള്ളൂ. അല്ലാതെ കറണ്ട് അഫയേഴ്സോ വേറെ അഡ്വാൻസ് ബുക്കിനോ യാതൊരു കാര്യമില്ല. ആൻസർ ഈസ് 1 and 2. Gallant IAS, chasing your passion to ace.